കിഷോർദാനെ കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ലാത്ത മറ്റൊരു പ്രതിഭയാണ് മുഹമ്മദ് റഫി സാഹിബ്. അതൊരു ഇത്രയും ക്ലിയർ വോയിസ് ഉള്ള ഒരു സിംഗർ ഇന്ത്യയിൽ ഇതുവരെ വന്നിട്ടുണ്ടെന്നുള്ള എല്ലാം തന്നെ പറയാം. പർദാ ഹേ പർദാ ഹേ ക്യാ ഹുവാ തേരാ വാദാ വോ ഖസം ഓ ഇറാദാ ഭൂലേഗാ ദിൽ जिस दिन तुम्हें वो दिन जिंदगी का आखिरी दिन होगा क्या हुआ तेरा वादा जो वादा किया वो निभाना पड़ेगा रोके जमाना चाहे रोके खुदाई तुमको आना पड़ेगा जो वादा किया वो निभाना पड़ेगा निभाना पड़ेगा बड़ी दूर से आए हैं प्यार था तो फलाई है आजा आजा मैं हूँ प्यार तेरा अल्लाह अल्लाह इन प्यार तेरा ओ आजा 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 आजा. എത്ര പാട്ടുകളല്ലേ പാടി തീരില്ല. അത് പറഞ്ഞോണ്ടിരുന്ന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. നമുക്ക് ഈ ഒരു എപ്പിസോഡ് തികയില്ല. അതെ അതെ ശരിക്കും. അപ്പൊ ആക്ച്വലി അൻവർക്ക എന്നുള്ള ഒരു ഒറ്റ സിംഗർ എത്ര തരത്തിലുള്ള പാട്ടുകൾ സ്റ്റേജിൽ പാടിയിട്ടുണ്ട്. ഞാൻ അതാ ആലോചിക്കണേ. ദാസേട്ടൻ്റെ പാടിയുണ്ട്, കിഷോർദ, SPB സാറ്, റഫി സാബ് എല്ലാം. അതൊന്നും അറിയാമോ, നമ്മുടെ 3 ഭാഗത്ത് 3 സ്റ്റൈൽ. കോഴിക്കോടൊക്കെ പോകുമ്പോൾ അതെ റഫി സാബിന്റെ പാട്ട് ഒരെണ്ണമെങ്കിലും പാടാൻ ഷോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് കണക്കാക്കി ഒരു 100 പാട്ടങ്ങ് പഠിക്കും റഫി സാബിന്റെ. കിഷോർമാൻ്റെ അതേപോലെ തന്നെ. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ട്രിവാൻഡ്രം ഈ നാഗർകോവിൽ ഭാഗത്ത് ഞാൻ തമിഴ്നാട്ടിലൊക്കെ കുറേയധികം ഷോ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു കുറേ ഇളയരാജ സോങ്സും SPB സോങ്സും ഇല്ലെങ്കിൽ നമുക്ക് ഷോ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അങ്ങനെ ഓരോ ഏരിയ ബേസ് ചെയ്ത് പാട്ടുകൾ പഠിക്കുക. എല്ലാ സ്ഥലത്തും പാടാൻ പോയതുകൊണ്ടുള്ള ഗുണമാണ്. തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ റഫി സാബിനെ കുറിച്ച് എന്തോരം പറഞ്ഞു. ഇപ്പം 4 വരിയായിട്ടൊക്കെ ഇപ്പോൾ പാടിയല്ലോ. ഷിക്കാൻ്റെ ഒരു ഫുൾ സോങ് കേൾക്കണം എന്നൊരാഗ്രഹം. തീർച്ചയായും. റഫി സാബിൻ്റെ ഒരു പാട്ട് അടുത്തത്. चाहूंगा मैं तुझे सांझ सवेरे, फिर भी कभी अब नाम को तेरे आवाज मैं न दूंगा, आवाज मैं न दूंगा. चाहूंगा मैं तुझे सांझ सवेरे, फिर भी कभी अब नाम को तेरे आवाज मैं न दूंगा, आवाज मैं न दूंगा. चाहूंगा मैं तुझे सांझ सवेरे.
सब है पता सुनता है तू मन की सदा देख मुझे सब है पता सुनता है तू मन की सदा मितवा मेरे यार तुझको बार बार आवाज मैं न दूंगा आवाज मैं न दूंगा चाहूंगा मैं तुझे साँझ सवेरे फिर भी कभी अब नाम को तेरे आवाज मैं न दूंगा आवाज मैं न दूंगा आवाज मैं न दूंगा आवाज मैं न दूंगा എന്താ ഞാനിപ്പോൾ പറയാ എല്ലാം നന്നായി നന്നായി എന്ന് പറഞ്ഞാൽ ഇക്ക പേരിക്കും ഞാൻ വെറുതെ ഇങ്ങനെ സുഖിപ്പിക്കാൻ വേണ്ടി പറയണതാണ്. പക്ഷെ ഞാൻ ആലോചിക്കാം കഴിയുമല്ലേ ഇങ്ങനെയൊക്കെ പാടാൻ പറ്റും എന്തൊക്കെ പറയണേ. ഓഫ് കോഴ്സ് ഇത് വളരെ മനോഹരമായിരുന്നു. റഫി സാഹിബിൻ്റെയും കിഷോർദാൻ്റെയും 2 പാട്ടാണ്. ഇപ്പോൾ ഈ ലാംഗ്വേജസ് ഇപ്പം മലയാളം, തമിഴ്, ഹിന്ദി ഇതൊക്കെ പാടി തുടങ്ങിയിട്ട് പഠിച്ചതാണോ അതോ? അല്ല, അത് പാടി പാടി ആയതെന്നാണ് പറയാം. ആയതാണ് പാടിപ്പം. ആദ്യം തമിഴ് സിംഗറായിട്ടാണ് വന്നതെങ്കിലും പിന്നീട് കുറച്ച് ഹിന്ദിയും കൂടെ ആഡ് ചെയ്ത് പാടേണ്ട അവസ്ഥ വന്നു. അടിപൊളി ഹിന്ദി പാട്ടുകൾ. അപ്പം അങ്ങനത്തെ പാട്ടുകൾ പാടി 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 ആ ഒരു സ്റ്റൈൽ കുറച്ച് വന്നു, ആ ഒരു ശൈലി കുറച്ച് വന്നു. തമിഴിൻ്റെ ആൾറെഡി നമ്മളെ നാടിൻ്റെ ഒരു കളർ തമിഴാണ്. ഭീമാപ്പള്ളി എന്ന നാടിൻ്റെ ഒരു കളർ ഒരു തമിഴാണ്. ഒരു തമിഴ് കലർന്ന മലയാളമാണ് നമ്മുടെ ലിപിക്ക് പേരൊന്നുമില്ല, പക്ഷേ തമിഴ് കലർന്ന മലയാളം സംസാരിക്കും. തമിഴിനാണ് അവിടെ ഒരു പ്രാധാന്യം. അപ്പോൾ അതുകൊണ്ട് തമിഴിൻ്റെ ഓക്കെയാണ്. പക്ഷേ ഹിന്ദി പാട്ടുകൾ പാടി പാടി ഇങ്ങനെ ആ ഒരു ശൈലിയിലേക്ക് വന്നതാണ്.